ഹായ് ഹലോ നമസ്കാരം. ഫൈസൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് UAE വിസിറ്റ് വിസയിലുണ്ടായ പുതിയൊരു മാറ്റത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും വളരെയധികം ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്താണ് UAE വിസിറ്റ് വിസയിൽ വന്ന മാറ്റം എന്നറിയാൻ കഴിയാതെ പലരും പലതരത്തിലുള്ള ഫേക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് കാൻഡിഡേറ്റ്സിനെയും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള വിസിറ്റേഴ്സിനെയും ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തിട്ട് അവരെ വളരെയധികം മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. UAE വിസിറ്റ് വിസയിൽ കാരണം നാട്ടിൽ നിന്നായിക്കോട്ടെ, ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ, പാകിസ്ഥാനിൽ നിന്നായിക്കോട്ടെ, ബംഗ്ലാദേശിൽ നിന്നായിക്കോട്ടെ, ഈജിപ്തിൽ നിന്നായിക്കോട്ടെ, സിറിയയിൽ നിന്നായിക്കോട്ടെ, എവിടെ നിന്നായിരുന്നാലും വിസിറ്റേഴ്സ് ഇവിടെ UAEയിലേക്ക് വരുന്നുണ്ടെങ്കിൽ 60% കൂടുതൽ വിസിറ്റേഴ്സ് വരുന്നതും ജോലി അന്വേഷിച്ചാണ്. അവരാരും ഈ രാജ്യം കണ്ട് ഇവിടുത്തെ ഒരു വിസിറ്ററായിട്ട്, അതായത് ഒരു ടൂറിസ്റ്റായിട്ട് ടൂറിസ്റ്റായിട്ടല്ല അവരിവിടേക്ക് വരുന്നത്. അവർ വരുന്നത് ജോലി അന്വേഷിച്ചാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വിസിറ്റേഴ്സ് ഇങ്ങോട്ടേക്ക് ഒരുപാട് പേര് കടന്നു വരുമ്പോൾ ഇവിടെ ജോലിയുടെ ലഭ്യത വളരെയധികം കുറവായി മാറും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പലർക്കും അതൊരു അരോചകമായി മാറുന്നൊരു സാഹചര്യത്തിലാണ് ഗവൺമെൻറ് പുതിയൊരു തീരുമാനമെടുത്തത്. ഈ ടൂറിസ്റ്റ് വിസ എന്നുള്ളത് ടൂറിസ്റ്റുകൾക്കായി പരിമിതപ്പെടുത്തുകയും ബാക്കിയുള്ളവർക്കായി മറ്റു തരത്തിലുള്ള വിസകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തു. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോബ് സീക്കർ വിസ, അത് ജോബ് അന്വേഷിച്ച് വരുന്നവർക്കുള്ളൊരു വിസയാണ്. അപ്പോൾ അതിലേക്ക് മറ്റുള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടൂറിസ്റ്റ് വിസയിൽ ചെറിയ ചെറിയ പരിമിതികൾ ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഈ വിസിറ്റ് വിസയിൽ വരുന്നവർ കൂടുതലും യൂറോപ്യൻസ് ആയിരിക്കും നമുക്കിവിടേക്ക് ടൂറിസ്റ്റായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ വന്ന് ടൂറിസ്റ്റ് സ്പോട്ടുകൾ കണ്ടിട്ട് അവർ തിരിച്ചു പോകുന്നു. അതിന് വേണ്ടിയിട്ടാണ് 1 മാസം 2 മാസം എന്നീ തരത്തിലുള്ള ടൂറിസ്റ്റ് വിസകൾ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ടൂറിസ്റ്റ് വിസയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ UAEയിൽ വന്നിട്ട് ടൂറിസ്റ്റ് വിസ കഴിയുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അവർ എക്സിറ്റായി തിരിച്ചു വരും. ഈ കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് എക്സിറ്റായി തിരിച്ചു വരും. നമുക്ക് കൂടുതലായിട്ട് ആളുകൾ ചൂസ് ചെയ്യുന്നത് ഒമാനിലേക്കോ ഖത്തറിലേക്കോ പോയി തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തിൽ വന്ന വിസിറ്റ് വിസയുടെ മാറ്റം എന്ന് പറയുന്നത് ഏത് ടൂറിസ്റ്റാണോ, ആരാണോ ടൂറിസ്റ്റ് വിസ എടുത്ത്, വിസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് വിസ, ഓക്കെ, ആരാണോ വിസ എടുത്ത് വരുന്നത് അവരുടെ കയ്യിൽ കുറച്ച് പ്രൂഫ് ഉണ്ടായിരിക്കണം. ഒന്ന്, അവർക്ക് ഇവിടെ രക്തബന്ധത്തിലുള്ള ആരുമില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായി അവർക്ക് തിരിച്ചു പോകാനുള്ള എയർ ടിക്കറ്റ്, ഡമ്മി ടിക്കറ്റ് അല്ല, ഒറിജിനൽ ടിക്കറ്റ് കാണിക്കണം. അതുപോലെ തന്നെ ഹോട്ടൽ റിസർവേഷനും കാണിക്കണം. പിന്നെ 1 ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് തതുല്യമായിട്ടുള്ള എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലിമിറ്റുള്ളൊരു ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടായിരിക്കണം. ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ മാറ്റം. അപ്പോൾ തന്നെ ഒരുപാട് പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വിഷമിക്കുകയും വേദനിക്കുകയും പലരെയും എയർപോർട്ടിൽ നിന്ന് തിരിച്ചു കയറ്റി വിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റിട്ടേൺ ടിക്കറ്റും അതുപോലെ തന്നെ റിസർവേഷൻ നടത്തി, അതായത് ഹോട്ടൽ റിസർവേഷനും നിങ്ങൾ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു അറ്റാച്ച്മെൻ്റായിട്ട് ഓരോ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇവിടേക്ക് വരുന്നവർ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വന്ന് എത്തി അവിടെ തന്നെ ക്യാൻസൽ ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതുപോലെ തന്നെ ഹോട്ടൽ റിസർവേഷനും തട്ടിക്കൂട്ടാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഇനി മുതൽ ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒറിജിനൽ ടിക്കറ്റും ഒറിജിനൽ ഹോട്ടൽ റിസർവേഷനും നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് UAEയിൽ ടൂറിസ്റ്റ് വിസകൾ ഇഷ്യൂ ചെയ്യുന്നത് വളരെയധികം കുറച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്ത്യൻസിൻ്റെ വിസിറ്റ് വിസ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഇത് തന്നെയാണ്. പിന്നെ വിസിറ്റ് വിസയ്ക്ക് ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വിസിറ്റ് വിസ ഫസ്റ്റ് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വിസിറ്റ് വിസ തന്നെ വീണ്ടും റീസബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ക്യാൻസലായി വീണ്ടും ഒന്നേന്ന് ഫീസ് അടച്ചിട്ട് ഒന്നേന്ന് നമുക്ക് വിസിറ്റ് വിസ സ്റ്റാർട്ട് ചെയ്യണം.
അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പൈസ എത്രയാണോ ആദ്യം മുടക്കി ആ പൈസ തന്നെ വീണ്ടും കൊടുക്കേണ്ടി വരും. മാത്രമല്ല ഒമാനിലൊക്കെ വിസ ചേഞ്ച് ചെയ്യാനായിട്ട് പോയ കുറച്ച് പേരുണ്ട്. അവരൊക്കെ ഇപ്പോഴും ഒമാനിൽ കിടക്കുകയാണ്. അവർക്ക് തിരിച്ച് വിസ കിട്ടാതെ 2-3 തവണ റിജക്റ്റായി അവരവിടെ തന്നെ ഈ വിസിറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഇറങ്ങി ഒമാനിൽ പോയിട്ട് അവിടെ നിന്ന് കറങ്ങാൻ പറ്റില്ല, എയർപോർട്ടിനകത്ത് ഇരിക്കാനേ പറ്റൂ. അതുപോലെ തന്നെ തിരിച്ചു വരണമെങ്കിലും കുറേ ടൈം എടുക്കും. അടുത്ത വിസിറ്റ് വിസ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തിരിച്ച് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നം കണക്കിലെടുത്ത് പലരും എനിക്ക് തോന്നുന്നു തിരിച്ച് നാട്ടിൽ പോകാനുള്ള പദ്ധതിയൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. ചിലർ ഫൈൻ അടച്ച് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഫൈൻ അടച്ച് നിൽക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. ഫൈനായി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണം അബ്സ്കോണ്ടിങ് നടക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം. അപ്പോൾ അതും കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ പിന്നെയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വിസിറ്റ് വിസ എടുത്ത ഏത് ട്രാവൽ ഏജൻസിയാണോ അവിടെ നിന്ന് 1 മാസത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കൺട്രി വിടാതെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ മാത്രമാണുള്ളത്. എന്തായാലും ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറയുന്നത് മാക്സിമം ചിലപ്പോൾ ഇതിനൊരു അയവ് സംഭവിക്കാൻ ജാനുവരി വരെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ആർക്കെങ്കിലുമൊക്കെ വന്ന വിസിറ്റ് വിസയിലുള്ളവർക്ക് ഏതെങ്കിലും ചെറിയ ജോലിയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കയറി നിന്നുകൊണ്ട് വിസ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അത് ടോട്ടൽ ഒരു ലയബിലിറ്റി ആയിട്ട് മാറും. ഓക്കെ, അല്ലാതെ വേറൊരു പ്രശ്നവും ഈ കണക്കിന് ഈ വിസകൾക്കില്ല. വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ജോലി അന്വേഷിച്ച് വരുന്നവർ ജോബ് സീക്കർ വിസ എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിസിറ്റ് വിസയിൽ വന്ന മാറ്റങ്ങൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ അതിനുള്ള മറുപടി തരാം. ഓക്കെ, ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.